ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു മത്തിപ്പീര നോക്കിയാലോ? മത്തിപ്പീരയെന്നോ മത്തി പറ്റിച്ചതെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, വീഡിയോ കണ്ടോളൂ. അച്ഛ വെട്ടിക്കൊണ്ട് വന്ന മീനാണ് കടയിൽ നിന്ന്. പക്ഷേ ഇത് കണ്ടോ, അവരിത് വെറുതെ ഒന്ന് തല മാത്രം കണ്ടിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ വയറുഭാഗവും വാലും ചിറകും എല്ലാം അതുപടി തന്നെ ഉണ്ടായിരുന്നേ. എന്നിട്ട് ഞാനതെല്ലാം ഓരോന്നും അതിൻ്റെ ചെതുമ്പലും കളഞ്ഞ് വാലും ചിറകും വയറുഭാഗവും എല്ലാ അഴുക്കും കളഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ അടുത്തുള്ള കടകളിൽ നിന്ന് ഇങ്ങനെയാണോ വെട്ടിത്തരുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ദേ മീനെല്ലാം കഴുകി വെട്ടി എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. വറക്കാനുള്ളത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് പീരയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. അതിനായിട്ട് 2 സവോളയും 4 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കുടംപുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ ഇട്ടും വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇന്നിപ്പം കുടംപുളിയാണ് ഇടുന്നത്. പിന്നെ അരമുറി തേങ്ങായും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ. സവോളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ സവോളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ അതും ഇട്ട് കൊടുത്തു. തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈയും കൊണ്ട് തിരുമ്മി ഇങ്ങനെ എടുക്കണേ. നന്നായിട്ട് ഇങ്ങനെ ഞെരടി എടുക്കത്തില്ലേ, അതുപോലെ ചെയ്യണേ. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മത്തിപ്പീര വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാവരും ഇടും. പിന്നെ ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടി ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് കൈയും കൊണ്ട് നന്നായിട്ട് ഞെരടി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുവാണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. കൈയും കൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുത്താൽ മതിയേ. അപ്പം നിങ്ങളും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ ഇത് യോജിപ്പിക്കുന്നതിനിടയ്ക്ക് കരിയാപ്പില എടുക്കാനായിട്ട് മറന്നു പോയായിരുന്നു. എന്നിട്ട് ഇത് തിരുമ്മി എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കരിയാപ്പിലയുടെ കാര്യം ഓർത്ത്. അന്നേരം ഞാൻ ഓടിപ്പോയി കരിയാപ്പില പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കരിയാപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. അപ്പം മഞ്ഞ കളർ ഇരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം കേട്ടോ. പക്ഷേ മുളക് പൊടിയും കൂടി ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് എൻ്റെ മൂത്ത ഏച്ചിയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചത്. അവർ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഇങ്ങനെയാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അടുപ്പ് ഇപ്പോഴാണ് തീ കത്തിക്കുന്നത് കേട്ടോ. തീ കത്തിക്കാതെയാണ് ഒഴിപ്പിച്ചെല്ലാം കൊടുത്തത്. തീ കത്തിച്ചിട്ട് ചെറിയ തീയിലോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. സാധാരണ എല്ലാവരും ഇങ്ങനെ അടച്ച് വെച്ചിട്ട് അന്നേരത്തേക്കും വെള്ളം കുറച്ച് ഇറങ്ങൂല, അങ്ങനെയാണ് വേവിക്കാറ്. പക്ഷേ ഇങ്ങനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇച്ചിരി ചാറായിട്ട് പീര ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ ഇങ്ങനെ വെച്ച്. അപ്പം ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ വീട്ടിലെ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാലും രാവിലേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെയും ഇങ്ങനെയാണ് കേട്ടോ മത്തിപ്പീര വെക്കുന്നത്. ഇങ്ങനെ ഇച്ചിരി ചാറായിട്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും നമ്മൾ അതെല്ലാം യോജിപ്പിച്ചെല്ലാം വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിലിരുന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണേ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒത്തിരി സ്പൂണിട്ട് ഇങ്ങനെ കുത്തി ഇളക്കരുത്, നേരം മീൻ പൊടിഞ്ഞു പോകും കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി, കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തീ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കണം. അങ്ങനെ നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട്, അടുക്കി പിടിച്ച് പോവല്. ആദ്യമായിട്ടൊക്കെ മീൻ പീര വെക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. പീര വെക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അറിയാവുന്ന ആൾക്കാർ അത് മൈൻഡ് ചെയ്യേണ്ട ഞാൻ പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ മീൻ പീര ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതി ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് പീര വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ പീര വെക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലൊന്ന് വെച്ചും കൂടെ നോക്കണേ. അപ്പോഴത്തേക്ക് ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലയും കൂടെ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന മത്തിപ്പീര. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുമല്ലോ അല്ലേ. അപ്പോൾ മത്തിപ്പീര എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ മത്തിപ്പീര ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാർ ഇതൊന്ന് കണ്ടിട്ട് അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ പീര വെക്കുന്ന ആൾക്കാർ ഇതുപോലെയാണോ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഗൈസ്.